ഹലോ വെൽക്കം ബാക്ക്. അടിപൊളി ഷെസ്വാൻ നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്കിത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. വെറുതെ പറയുന്നതല്ല, അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഷെസ്വാൻ സോസിൻ്റെ റെസിപ്പിയും കൂടി ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, എന്നിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഷെസ്വാൻ സോസിൻ്റെ പ്രിപ്പറേഷൻ നോക്കല. അപ്പോൾ ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്ത് വെച്ചിനേട്ടാ. ഇത് നല്ല എരിവുള്ള മുളക്, കാശ്മീരി അല്ല. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഒന്നിങ്ങനെ സോക്ക് ചെയ്തിട്ട് വെക്കണം കേട്ടോ. ഇത് കുറച്ച് അധികം തന്നെ എടുത്ത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റൂട്ടാ. ഞാനിപ്പം കുറച്ചേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അതവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് നൂഡിൽസ് പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിന്. എന്നിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നൂഡിൽസ് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ നൂഡിൽസ് അല്ല എടുത്തത്, അതിനേക്കാളും കുറച്ചും കൂടി നൈസായിട്ടുള്ള നൂഡിൽസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളെ ചോയ്സാണ്. നമുക്ക് വല്ലാണ്ട് തിക്നെസ് ഉള്ള നൂഡിൽസ് വലിയ ഇഷ്ടമില്ല. അപ്പോൾ കുറച്ചും കൂടി നേരിയ പോലത്തെ ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ നൂഡിൽസ് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം, പെട്ടെന്ന് കുക്കാവും. ഇനി ഇതൊന്ന് കഴുകി എടുക്കണം കേട്ടോ. നല്ലോണം പച്ചവെള്ളത്തിൽ ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളമൊന്ന് സ്ട്രെയിൻ ചെയ്യാം. ഇനി ഈ ഒരു നൂഡിൽസിലും ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വല്ലാണ്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഒന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും ഇങ്ങനെ ഓയിലാക്കി കഴിഞ്ഞാൽ. എന്നിട്ട് എല്ലാം ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുളക് സെറ്റായിന് കേട്ടോ. ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർന്നതിന് ശേഷം ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടി ഒഴിച്ച വെള്ളം തന്നെയാണ് ഞാനിതിന് യൂസ് ആക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് ഇതിൽ കുറച്ച് അധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നല്ല പൊടിയിട്ട് കട്ടാക്കിയ വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ വെളുത്തുള്ളിയൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതൊന്നും ഒഴിവാക്കിയാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് ശരിക്കും ആ ഒരു സോസിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇനി നല്ല പൊടിയിട്ട് കട്ടാക്കിയ ഇഞ്ചി ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇഞ്ചി അത്ര കടിക്കുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് സെലറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കി ഇതൊന്ന് നല്ലോണം മൊരിയിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് നല്ലോണം മാറി വരണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, മുളകിൻ്റെ പേസ്റ്റ്, അത് ഡയറക്റ്റ് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, അതേപോലെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് സോസിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അങ്ങനെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഞാൻ മുളകരച്ച അതേ ജാറിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി എടുത്തിന്. അതും കൂടി ഈ ഒരു മിക്സിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ലോണം കുക്കാക്കി എടുക്കുക. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് അങ്ങനെ വേണം കേട്ടോ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടീന്. ഇനി 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ഇതാണ് സോസിൻ്റെ ടെക്സ്ചർ. അങ്ങനെ നമ്മൾ സോസ് റെഡിയായി. ഇനിയിപ്പം ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ കുറച്ച് ചിക്കനും. വെജിറ്റബിൾസ് എല്ലാം ഇതേപോലെ നീളത്തിൽ കട്ടാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിന്. ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ആക്കിയ സെയിം ഓയിലാണ് കേട്ടോ. ഇനി അതിൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കലാം. ഇനി എല്ലാം ഒന്ന് കുക്കാക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കലാം.
ഇതിപ്പം ഞാൻ ഉപ്പും കുരുമുളകും സോയാ സോസും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ്. മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. കാര്യം ഷെസ്വാൻ സോസ് തന്നെ അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ ഇതിലും കൂടി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഭയങ്കര എരിവായി പോട്ടാം. ഇനി ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ നമ്മളെ ഷെസ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കില്ല. ഞാൻ ടോട്ടൽ 3 സ്പൂണാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 സ്പൂൺ ഈ സമയത്തും പിന്നെ 1 സ്പൂൺ ഞാൻ ലാസ്റ്റും ഒഴിച്ചു കൊടുത്തിന്. പിന്നെ ഞാൻ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വേണ്ടത് സോയാ സോസാണ്. ഇതും ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അറ്റ് ലാസ്റ്റായിട്ട് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. പിന്നെ ഷെസ്വാൻ സോസ് ഒഴിക്കുമ്പം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം നല്ല എരിവുള്ള സോസാണ്. കുട്ടികളെല്ലാം ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഇത്രയും നേരമായിട്ടും വെജിറ്റബിൾസിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ. പിന്നെ സോയാ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടാ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇനി ഒന്നുമില്ല, നമ്മൾ റെഡിയാക്കി വെച്ച നൂഡിൽസ് ഈ ഒരു മസാലയിലിട്ടിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നൂഡിൽസ് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ നോക്കുക. ഒന്നിക്കൽ 2 സ്പാറ്റില വെച്ചിട്ട് ഒന്ന് മിക്സാക്കുക, അല്ലെങ്കിൽ ഇതേപോലെ 2 ഫോർക്ക് വെച്ചിട്ടും ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ഉടഞ്ഞു പോകാണ്ട് കിട്ടിക്കോളും. പെട്ടെന്ന് മിക്സാവും, വലിയ പണിയൊന്നുമില്ല. പിന്നെ ഈ പാത്രത്തിൽ നിന്ന് മിക്സാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടാ. ഇത് ശരിക്കും അടിപൊളിയാണ്, വെറുതെ പറയുന്നതല്ല. ഇത് ശരിക്കും ഫുള്ള് കാലി ആയിട്ടാ. നമ്മൾ തന്നെ ഫുള്ള് കഴിച്ച് തീർത്തിന്. ഇത് എത്ര വയറ് നിറഞ്ഞാലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്സ് എല്ലാം ഒന്ന് കമൻറ്റിലൂടെ കൂടി അറിയിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.